എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാങ്ങാ ചമ്മന്തി അരയ്ക്കുമ്പോൾ മിച്ചം വന്നാൽ അത് കേടായി പോകാതിരിക്കാൻ ഒരു വഴിയുണ്ട്. എന്നറിയാമോ? വലിയ കാര്യമൊന്നുമില്ല. തേങ്ങ നമ്മൾ ആദ്യം തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് അരയ്ക്കുക. അപ്പോൾ അതിനകത്ത് ജലാംശമൊക്കെ ഒന്ന് പോവും. പിന്നെ തേങ്ങ നല്ലപോലെ ഒന്ന് ചൂടാകുകയും ഒന്ന് ചൂടായാൽ മതി കേട്ടോ. അല്ലാതെ ഇത് വറക്കൊന്നും വേണ്ട. വേപ്പിലക്കട്ടിക്ക് വറക്കുന്ന പോലെയോ പുളിച്ചമ്മന്തിക്ക് ഉണ്ടാക്കുന്ന പോലെയോ ഒന്നും വേണ്ട. ചെറു തീയിലിട്ട് തേങ്ങ ഒന്ന് ചൂടാക്കണം. നന്നായിട്ടൊന്ന് ചൂടാക്കണം. അതിൻ്റെ നിറം മാറുമൊന്നും വേണ്ട. നന്നായിട്ട് ചൂടായി കഴിയുമ്പം നമ്മൾ തേങ്ങ ചമ്മന്തി അരച്ചാൽ കേടായി പോവില്ല. തേങ്ങയാണ് എൻ്റെ കേടായി പോകുന്നത്. അപ്പോൾ അത് കേടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കരിയാപ്പില ഇട്ടു, ഒരു ശകല ഇഞ്ചി ഇട്ടു, 2-3 കാന്താരി മുളകും ഇട്ടു. തീ ഓഫാക്കി മിക്സിയുടെ ജാറിൽ മാങ്ങ, മുളക്, ഉള്ളി, കരിയാപ്പില ഇത്രയും ഇട്ടു. ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് അരച്ചെടുത്തിട്ട് വേണം അവസാനം തേങ്ങയിട്ട് അരയ്ക്കാൻ. അപ്പോൾ ഉള്ളി, മുളക്, മാങ്ങയൊക്കെ അരിഞ്ഞ് വന്നിട്ടുണ്ട്. പണ്ട് അമ്മിക്കല്ലിൽ അരയ്ക്കുമ്പോൾ ഇതിനെല്ലാം ഒരു ക്രമം ഉണ്ടായിരുന്നു. ആദ്യം മുളക്, ഉപ്പ്, പിന്നെ ഉള്ളി, പിന്നെ മാങ്ങ, അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം തേങ്ങ. അങ്ങനെ ഇതിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ തേങ്ങ ഒഴിച്ച് ബാക്കിയെല്ലാം ആദ്യം ഇട്ട് അരയ്ക്കുകയാണ്. തേങ്ങ ഇതിൻ്റെ കൂടെ ഇട്ട പണി കിട്ടും. മാങ്ങ അരിയാതെ ഞുറുങ്ങി കിടക്കും. അതുകൊണ്ട് ബാക്കിയെല്ലാം നന്നായിട്ട് അരിഞ്ഞിട്ട് അവസാനം മാത്രമേ തേങ്ങ ഇടാവുള്ളൂ. നമ്മുടെ മാങ്ങാ ചമ്മന്തി ഇവിടെ റെഡിയായി. നല്ല ഉപ്പും എരിവും പുളിയും ഒക്കെ ഉണ്ട്.